നൽകിയ ചിത്രത്തിലെ വിഷയങ്ങൾ: ക്ലീനിംഗ് കെമിക്കലുകൾ, പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ, വ്യക്തിശുചിത്വം ആധാരമാക്കി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ താഴെ നൽകുന്നു. ഈ മേഖലയിലെ മത്സര പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ഇത് സഹായകമാകും. 1. ക്ലീനിംഗ് കെമിക്കലുകൾ. ക്ലീനിംഗ് കെമിക്കൽസ്. 1. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു അണുനാശിനി ഏതാണ്? ഉത്തരം: ക്ലോറിൻ. ക്ലോറിൻ അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. 2. ഡയറി ഫാമുകളിൽ പാൽ പാത്രങ്ങൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ക്ലീനറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം: മിൽക്ക് സ്റ്റോൺ. മിൽക്ക് സ്റ്റോൺ നീക്കം ചെയ്യാൻ. 3. ഡിറ്റർജന്റുകൾ വെള്ളത്തിന്റെ ഏത് ഗുണത്തെയാണ് കുറയ്ക്കുന്നത്? ഉത്തരം: ഉപരിതല ബലം, സർഫേസ് ടെൻഷൻ. 4. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരം ക്ലീനിംഗ് കെമിക്കലുകൾ എവിടെ സൂക്ഷിക്കണം? ഉത്തരം: ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും അകലെ ലേബൽ ചെയ്ത പ്രത്യേക മുറികളിൽ. 5. CIP എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം: ക്ലീനിംഗ് ഇൻ പ്ലേസ്. യന്ത്രഭാഗങ്ങൾ അഴിച്ചുമാറ്റാതെ തന്നെ ഉള്ളിൽ കെമിക്കലുകൾ കടത്തിവിട്ട് വൃത്തിയാക്കുന്ന രീതി. 2. പാലിന്റെ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഫോർ മിൽക്ക്. 6. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പ്രക്രിയ ഏതാണ്? ഉത്തരം: പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ. 7. പാസ്ചറൈസേഷനിൽ പാൽ എത്ര ഡിഗ്രിയിൽ ചൂടാക്കുന്നു? HTST രീതി. ഉത്തരം: 72 ക്യാരറ്റ് സെർക്ക് ടെക്സ്റ്റാസി താപനിലയിൽ 15 സെക്കൻഡ്. 8. പാലിൽ മായം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം: ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ. 9. FSSAI പ്രകാരം പാലിന്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ പാലിക്കേണ്ട പ്രധാന പാരാമീറ്ററുകൾ ഏതൊക്കെ? ഉത്തരം: ഫാറ്റ്. ഫാറ്റ് SNF. SNF സോളിഡ് നോട്ട് ഫാറ്റ്. 10. പാൽ പാസ്ചറൈസ് ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റ് ഏത്? ഉത്തരം: ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. 3. വ്യക്തിശുചിത്വ രീതികൾ. പേഴ്സണൽ ഹൈജീൻ പ്രാക്ടീസസ്. 11. ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ നഖങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം? ഉത്തരം: വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കണം. നെയിൽ പോളിഷ് ഉപയോഗിക്കാൻ പാടില്ല. 12. കൈ കഴുകുന്ന ഘട്ടങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് എത്ര സെക്കൻഡ് സോപ്പിട്ട് തേക്കണം? ഉത്തരം: 20 സെക്കൻഡ്. 13. ഭക്ഷണം പാകം ചെയ്യുന്നവർ ധരിക്കേണ്ട പ്രധാന സുരക്ഷാ വസ്ത്രങ്ങൾ ഏവ? ഉത്തരം: ഏപ്രണുകൾ, ഗ്ലൗസുകൾ, ഹെയർനെറ്റ്. ഹെയർനെറ്റ്. 14. പകർച്ചവ്യാധികൾ ഉള്ളവർക്ക് ഭക്ഷണശാലകളിൽ ജോലി ചെയ്യാൻ അനുവാദമുണ്ടോ? ഉത്തരം: ഇല്ല. അവർ പൂർണ്ണമായും സുഖപ്പെടുന്നതുവരെ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കണം. 15. ജോലി സ്ഥലത്ത് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ എന്ത് ശ്രദ്ധിക്കണം? ഉത്തരം: തൂവാലയോ ടിഷ്യൂവോ ഉപയോഗിച്ച് വായ മൂടണം. അതിനുശേഷം കൈകൾ വീണ്ടും സോപ്പിട്ട് കഴുകണം.